അമ്മാവനോട്. എന്തിനാ ഡോക്ടർ എന്ത് പറഞ്ഞു? അണ്ണനിപ്പോ എവിടെ ഉള്ളത്? കാഷ്വാലിറ്റിയിലാണോ? അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഐസിയുലേക്ക് മാറ്റി. ഐസിയുലേക്ക്? അതെന്താ ഇത്ര പെട്ടെന്ന്? കൊണ്ടുവരുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞേ? അവരെ വണ്ടിയിൽ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാ. പക്ഷെ കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോഴേക്കും ചെറിയൊരു മയക്കം പോലെ വന്നു. പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ഐസിയുലേക്ക് മാറ്റുമായിരുന്നു. അനു, എന്താ അമ്മാവന് പെട്ടെന്ന് സംഭവിച്ചേ? അല്ല, അനു അമ്പിളി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? മക്കളെ നഴ്സറി വിട്ട ശേഷം ഞാനും അമ്മാവനും കൂടി വീണ്ടും കുറച്ചേരം സംസാരിച്ചിട്ടാ പിരിഞ്ഞത്. അപ്പോഴമ്മാവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, പിന്നെ വീട്ടില് ഞങ്ങളെല്ലാവരും സംസാരിക്കായിരുന്നു. പെട്ടെന്ന് അച്ഛനൊരു ക്ഷീണം പോലെ വന്നത്. അപ്പൊ തന്നെ ഞാൻ ഇന്ദ്രേട്ടനെ വിളിക്കായിരുന്നു. എന്താ അമ്പിളി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എടി, നീ അമ്മാവനായിട്ട് വല്ല വഴക്കുണ്ടാക്കിയോ? പറ. അത് കേട്ടോ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് എന്തൊക്കെയോ അച്ഛനോട് പറഞ്ഞുപോയി. അതിന്റെ സങ്കടത്തില അച്ഛൻ. ഇതിനറിഞ്ഞൂടി രാവിലെ എന്റെ കൂടെ കെട്ടിയൊരുങ്ങി പുറപ്പെട്ടത്. രഘു, പതുക്കെ, ഇത് ഹോസ്പിറ്റലാ, നീ ഇങ്ങോട്ട് വന്നേ. അല്ല അങ്കിളെ, ഇവള് അനു, നീ അമ്മയെ അങ്ങോട്ട് കൊണ്ടു. ചേച്ചി, ചേച്ചി, ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ അവരുടെ മുമ്പിൽ കരയാനും പറയാനും ഒന്നും പോവരുതെന്ന്. എടി, ഞാൻ കാരണമല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിന്റെ ശിക്ഷ എന്താന്ന് വെച്ചാ രഘുവേട്ടൻ എനിക്ക് തന്നോട്ടെ. ചേച്ചി, എടാ രഘു, നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അണ്ണൻ എന്തിനും തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. നീ ഒന്നും പേടിക്കണ്ട, അണ്ണനൊന്നും വരില്ല. അതെ രഘു, അമ്പിളി ഒരിക്കലും അച്ഛനിങ്ങനെ സംഭവിക്കട്ടെന്ന് കരുതി പറയില്ലല്ലോ. പറഞ്ഞു പോയതിൽ അവൾക്കിപ്പോൾ സങ്കടമുണ്ട്. അതിനെ അപ്പം അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ സോറി ഇന്ദ്ര, ഞാൻ പെട്ടെന്നത് കേട്ടപ്പോ സോറി. അമ്പിളിക്ക് അമ്മാവൻ അവളെ അവഗണിക്കുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിന്റെ വിഷമത്തില് അവളെന്തെങ്കിലും പറഞ്ഞോ? നീ അവളെ ചെന്നൊന്ന് സമാധാനിപ്പിക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ചെല്ല്. ചെല്ല് രഘു, അങ്കിൾ പറഞ്ഞ അനുസരിക്ക്. ചെല്ല് ചെല്ല്. ഓ, ചേച്ചി, അമ്പിളി, കരയില്ലേ? ഇതെന്താ സത്യ, നീ ഇവരെയും കൊണ്ട് എവിടുന്ന് വരിക? ചിമോനെ ലക്ഷ്മോളെ നഴ്സറിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഇന്ദ്രൻ എന്നെ വിളിച്ചു പറഞ്ഞു. ആ മക്കളെ, നിങ്ങൾ അകത്ത് പോയി ചോക്ലേറ്റ് കഴിക്കുക. കൊച്ചച്ഛൻ ഇപ്പൊ വരാമേ.
അല്ല ആ. വിച്ചുമോനെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് മനസ്സിലായി. ആ അമ്പിളിയുടെ കൊച്ചിനെ നീ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ആ രഘുവിനും അമ്പിളിക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ? അമ്മയെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്ന എന്തിനാ? നമ്മൾ അവർക്ക് അന്യരൊന്നും അല്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇന്ദ്രേട്ടൻ വന്ന് രണ്ടുപേരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അല്ല ഇപ്പൊ അവനും അവളും കൂടി എവിടെ പോയി? അല്ല അവരാരും സ്ഥലത്തില്ലാത്തോണ്ടല്ലേ ഇന്ദ്രൻ കുട്ടികളെ വിളിച്ചോണ്ട് വരാനായി നിന്നെ ഏൽപ്പിച്ചത്. അതെ, അവരെല്ലാവരും കൂടി അനന്തമാഷിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അയ്യോ, ആനന്ദമാഷ് എന്തോ പറ്റി? അല്ല വീണ്ടും ഹാർട്ട് അറ്റാക്ക് വന്നോ? കൂടുതലൊന്നും എനിക്കറിയില്ലമ്മേ. ഇനി ഇന്ദ്രേട്ടൻ വിളിക്കുമ്പോൾ ചോദിക്കാം. അല്ല ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ മാഷിന്റെ കഥ ഇതോടെ തീരും. ഒരു അറ്റാക്ക് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ ഇനി ഒന്നുകൂടി വന്ന അങ്ങേര് താങ്ങില്ലെന്ന്. അല്ല, അമ്മയുടെ ഏത് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? ആ, എന്റെ അമ്മേ, അമ്മയുടെ സംസാരം കേട്ടാ മാഷിന് അറ്റാക്ക് വരാൻ കൊതിക്കുന്ന പോലെ തോന്നുമല്ലോ.